തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മിക്കയിടങ്ങളിലും പ്രതിരോധത്തിലായത് കോൺഗ്രസ് ആയിരുന്നു. സ്ഥാനം ലഭിക്കാതെ പോയവർ തമ്മിൽ അസ്വാരസ്യങ്ങളും വാദപ്രതിവാദങ്ങളും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വാർത്തകളിൽ ഇടം പിടിച്ചത് പെരുമ്പാവൂർ നഗരസഭയായിരുന്നു. പെരുമ്പാവൂർ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എൽദോസ് കുന്നപ്പള്ളി MLAക്ക് MLA ഓഫീസ് നഷ്ടമായി എന്നതായിരുന്നു ആ വാർത്ത. കെട്ടിട ഉടമയുടെ ഭാര്യ നഗരസഭയിലേക്ക് UDF സ്ഥാനാർത്ഥിയായി ജയിച്ചിരുന്നു. ഇവരെ ചെയർപേഴ്സൺ ആക്കണമെന്ന ആവശ്യം നടപ്പാകാതെ വന്നതോടെയാണ് MLA ഓഫീസ് എൽദോസ് കുന്നപ്പള്ളിക്ക് നഷ്ടമായത്. MLA ഓഫീസിന്റെ ബോർഡ് ഇളക്കി മാറ്റി. ഇവിടുത്തെ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചാണ് കെട്ടിട ഉടമ അരിശം തീർത്തത്. ഡിസംബർ മാസം ആദ്യമാണ് പെരുമ്പാവൂർ നഗരസഭയിലെ 20-ാം വാർഡിലെ വീട്ടിലേക്ക് എൽദോസ് കുന്നപ്പള്ളി MLA ഓഫീസ് മാറ്റിയത്. അതേസമയം വാടക കരാർ എഴുതിയിരുന്നില്ല. കെട്ടിട ഉടമയുടെ ഭാര്യ ജസ്സി എജി 20-ാം വാർഡിലെ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് 3 പേർ അവകാശവാദം ഉന്നയിച്ചു. കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയ DCC KS സംഗീതയെ അധ്യക്ഷയാക്കി. പിന്നാലെ MLAയോട് കെട്ടിടം ഒഴിയാൻ കെട്ടിട ഉടമ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ ജീവനക്കാർ ഓഫീസിലെത്തിയപ്പോൾ MLA ഓഫീസിന്റെ ബോർഡ് ഇളക്കി റോഡരികിൽ തള്ളിയ നിലയിലായിരുന്നു. ഇറങ്ങിപ്പൊക്കോളൂ എന്ന നിലപാടിലേക്ക് കെട്ടിട ഉടമ മാറി. ഇന്ന് തന്നെ മറ്റൊരു കെട്ടിടത്തിലേക്ക് MLA ഓഫീസ് മാറ്റുമെന്ന് ജീവനക്കാർ അറിയിച്ചു. അതേസമയം രാഹുകാലം നോക്കിയാണ് പെരുമ്പാവൂർ നഗരസഭാ അധ്യക്ഷ സ്ഥാനമേറ്റത്. ഇതിന് പിന്നാലെയാണ് MLA വഴിയാധാരമായ വാർത്തയും പുറത്തു വന്നത്. ഇതോടെ വെറുതെയല്ല പെരുമ്പാവൂർ പുതിയ നഗരസഭാ ചെയർപേഴ്സൺ രാഹുകാലം കഴിയാതെ കസേര ഏറ്റെടുക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചതെന്നാണ് പലരും അടക്കം പറയുന്നത്. ചെയർപേഴ്സൺ KS സംഗീതയാണ് രാഹുകാലം നോക്കി സ്ഥാനാരോഹണം നടത്തിയത്. 11:15 തെരഞ്ഞെടുപ്പ് അവസാനിച്ചിട്ടും 12 മണി കഴിഞ്ഞാണ് KS സംഗീത സ്ഥാനമേറ്റത്. ഇതോടെ ആശംസകൾ അറിയിക്കാൻ എത്തിയവരെല്ലാം വലഞ്ഞു. 11:15 തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞാ ചടങ്ങും അവസാനിച്ചു. എന്നാൽ രാഹുകാലം കഴിഞ്ഞിട്ട് മാത്രമേ താൻ പുതിയ ഓഫീസിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു പുതിയ ചെയർപേഴ്സൺ KS സംഗീത. ഇതോടെ ആശംസകൾ അറിയിക്കാൻ എത്തിയ പാർട്ടി നേതാക്കളും മറ്റുള്ള കൗൺസിലർമാരും വലഞ്ഞു. പിന്നെ നഗരസഭാ കോറിഡോറിൽ പുതിയ ചെയർപേഴ്സണായുള്ള കാത്തിരിപ്പ്. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയായിരുന്നു ഇന്നത്തെ രാഹുകാല സമയം. ഒടുവിൽ 12:05 കഴിഞ്ഞതോടെ പുതിയ ചെയർപേഴ്സൺ തന്റെ ഓഫീസിൽ പ്രവേശിച്ച് കസേരയിൽ ഇരിപ്പുറപ്പിച്ചു.